നമസ്കാരം. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവാനെയുടെ ഇനിയും പ്രസിദ്ധീകരിക്കപ്പെടാത്ത 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഓർമ്മക്കുറിപ്പ് സംബന്ധിച്ച വിവാദം തുടരുകയാണ്. ഈ പുസ്തകത്തിന് അനുമതി നൽകിയിട്ടില്ലെന്നതാണ് പ്രസ്തുത വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പുസ്തകം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നതാണ് ഈ ഉറഞ്ഞുതുള്ളലിന്റെ കാരണം. എന്നാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ കാര്യങ്ങൾ. എന്നാൽ പിന്നെ നമുക്കും കുറച്ച് കാര്യങ്ങൾ പറയാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഒരു മലയാള പത്രത്തിന്റെ വരികളിലൂടെ തുടങ്ങാം. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് തൊട്ടടുത്ത ദിവസം ലോക്സഭയിൽ സർക്കാരിനെതിരെ അപ്രതീക്ഷിത ആക്രമണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കരസേനാ മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവാനെയെ എഴുതിയ ഓർമ്മക്കുറിപ്പ് സഭയിൽ വായിച്ചതോടെയാണ് ലോക്സഭയിൽ ബഹളമുണ്ടായത്. ഇതിന്റെ ചൂട്ടുപിടിച്ചാണ് മലയാള മാധ്യമപ്പെടുക്കൾ അവരുടെ അന്തിച്ചർച്ചയ്ക്ക് മസാല പുരട്ടുന്നത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ വാക്കുകൾ ഉദ്ധരിച്ച രാഹുൽ ഒരു മിടുമിടുക്കനാണെന്ന മുൻ അഭിപ്രായം ഞാൻ ഇവിടെയും തുടരുകയാണ്. അസാമാന്യ പ്രതിഭയാണ്. നേരത്തെ ഉദ്ധരിച്ച വാർത്തകളിൽ പറഞ്ഞ അപ്രതീക്ഷിത ആക്രമണം ഒരു സത്യവുമാണ്. ആക്രമണം രാജ്യത്തിന്റെ നെഞ്ചത്തേക്കാണ് എന്ന പഴയ സിദ്ധാന്തം ആ മനുഷ്യൻ ഇവിടെയും ആവർത്തിക്കുകയും ചെയ്തു. രാഹുലിന്റെ ഈ നടപടിക്ക് പിന്നിൽ ഒരു മുറിവിൽ കുത്തിയിളക്കലുമുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിശദാംശങ്ങളും വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും. നമ്മുടെ രാജ്യത്തിനും അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ സൈന്യത്തിൽ നിന്നും വിരമിച്ച ജനറൽമാർക്ക് അവരുടെ അനുഭവക്കുറിപ്പുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാനും പങ്കുവെക്കാനും ഒക്കെ കഴിയും. എന്നാൽ നമ്മുടെ തന്ത്രപ്രധാന വിഷയങ്ങൾ സംബന്ധിച്ചോ സൈനിക നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളോ ഈ വിധം പുറത്തുവിടാൻ പാടില്ല. ഇത്തരം പരാമർശങ്ങളുള്ള പുസ്തകങ്ങൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെയോ ഇതിനായി നിയോഗിക്കപ്പെടുന്ന സേനാ വിഭാഗത്തിന്റെ ബന്ധപ്പെട്ടവരിൽ നിന്നോ അനുമതി തേടണം. ജനറൽ നരവാനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ 2020 ലഡാക്ക് അതിർത്തി തർക്കം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിക്കുന്ന തരത്തിലുള്ളതിനാൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല. നേരത്തെ ജനറൽ VP മാലിക്, ജനറൽ VK സിംഗ് എന്നിവരൊക്കെ ഇത്തരത്തിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഇനി രാഹുലിന്റെ ലോക്സഭയിലെ ആക്രമണം ആരെ പ്രതിനിധീകരിച്ച ശബ്ദമായിരുന്നുവെന്ന് നോക്കാം. മാസികയായ കാരവനിൽ പ്രസ്തുത വിഷയം സംബന്ധിച്ച് നരവാനെ അഭിമുഖം നൽകിയത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ആക്രമണം നടന്നത്. ഇക്കാര്യത്തിൽ ജനറൽ നരവാനെ നേരിടേണ്ട വിഷയങ്ങൾ അഭിമുഖീകരിക്കട്ടെ. പക്ഷേ രാഹുലിന്റെ വാക്കുകളും അതേറ്റുപിടിക്കുന്ന മാധ്യമങ്ങളും എന്താണ് ലക്ഷ്യമിടുന്നത്? 2020 ഇന്ത്യ ചൈന അതിർത്തി തർക്കം ആശങ്കാജനകമായ സംഭവമായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പും അക്കാലത്ത് പറയാനുമുണ്ടായിരുന്നില്ല. അന്ന് ആർമി മേധാവിയായ ജനറൽ നരവാനെയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശമാണ് ഇവിടെ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. സംഘർഷം അതിരുകൾ ലംഘിച്ചേക്കുമെന്ന ഘട്ടത്തിൽ ഉചിതമായത് എന്താണോ അത് ചെയ്യുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരവാനെയ്ക്ക് നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആർമി ചീഫിനോട് ഉചിതമായത് ചെയ്യൂ എന്ന് ഒരു പ്രധാനമന്ത്രി പറയുന്നതിനാണോ തെറ്റ്? അതോ മറ്റൊരു രാജ്യത്തലവനോട് ചോദിച്ച് തീരുമാനമെടുക്കുന്നതാണോ ഉചിതം? രാഹുലിന്റെ സേനക്കാർ അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. പ്രധാനമന്ത്രി തന്റെ സൈന്യ തലവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനി നരേന്ദ്രമോദി ചെയ്തതാണ് തെറ്റെങ്കിൽ 1971 അന്നത്തെ യുദ്ധത്തിൽ ഫീൽഡ് മാർഷൽ സാം മനേക്ഷയ്ക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നു. അക്കാലത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് പരിശോധിക്കുക. ഇനി രാഹുൽ സേനക്കാരുടെ ഭാഗത്തു നിന്നും ശരിയായി തോന്നുന്ന 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. 1947 സംഘർഷം ഇവിടെ പറയുന്നില്ല. 1962 മറ്റൊരു രാജ്യവുമായി ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ? അന്നത്തെ പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ ശരിയായിരുന്നോ എന്ന് പരിശോധിക്കുക. 2008 മുംബൈ ഭീകരാക്രമണം സമയം ഇന്ത്യ എന്തു ചെയ്യണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അന്ന് പ്രധാനമന്ത്രി ആരായിരുന്നു? ഭരിച്ചതാരായിരുന്നു? ഇതെല്ലാം രാഹുലിന്റെ സേനക്കാർ പരിശോധിക്കുക. 2016 സെപ്റ്റംബറിൽ സർജിക്കൽ സ്ട്രൈക്ക്
നടത്താൻ ഇതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത്. 2019 ഫെബ്രുവരിയിൽ ബാലാക്കോട്ട് കത്തിച്ചതും നരേന്ദ്രമോദി നമ്മുടെ സൈന്യത്തിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമായി മാത്രമായിരുന്നു. ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വാസം നമ്മുടെ ചുണക്കുട്ടികൾ കാത്തുസൂക്ഷിക്കുന്നതും രാജ്യം കണ്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഇത്തരം മാനസിക വിഭ്രാന്തിയുടെ കക്ഷിരാഷ്ട്രീയ നാടകവുമായി ആര് വന്നാലും അത് തിരിച്ചറിയാനുള്ള വകതിരിവെങ്കിലും മാധ്യമങ്ങൾ കാണിക്കണം. പിന്നെ രാഹുലിന്റെ പ്രസ്താവന ആക്രമണത്തിനു പിന്നിൽ മെച്ചപ്പെടുന്ന ഇന്ത്യ ചൈന ബന്ധവും ഉലഞ്ഞുപോയ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ വീണ്ടെടുപ്പും അലിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് ഒരു സംശയവുമുണ്ട്. സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.